നമസ്കാരം. അമേരിക്കൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കവിത മമായിൽ തെക്കന്മാർ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു ക്രാബ് കേക്ക് ആൻഡ് ക്യൂക്കമ്പർ ഡിൽ സാലഡാണ്. ക്രാബ് കേക്ക് എന്നൊരു പേരുണ്ടെങ്കിൽ കൂടി ഇതൊരു സേവറി ഡിഷാണ്. ഈ ഡിഷ് പൊതുവേ ഒരു സാലഡിനോടൊപ്പമാണ് സെർവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ക്രാബ് കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് ക്രാബ് കേക്ക് ഉണ്ടാക്കാനായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. 1.5 കപ്പ് ക്രാബ് മീറ്റ്, 1/2 കപ്പ് പാൻകോ ബ്രെഡ് ക്രംസ്, 1/4 കപ്പ് മയനൈസ്, ഒരു മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത്, 1/4 ടീസ്പൂൺ വീതം ഡിജോൺ മസ്റ്റർഡ് ആൻഡ് വർസ്റ്റർഷെയർ സോസ്, പാഴ്സ്ലി ലീവ്സ്, ഒരു ലെമൺ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു 1-2 ടീസ്പൂൺ ടേസ്റ്റിനനുസരിച്ച് യൂസ് ചെയ്യാം, ബട്ടർ, ഓയിൽ, സോൾട്ട് ആൻഡ് പെപ്പർ എല്ലാം ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഒരു വലിയൊരു ബൗളിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് ആദ്യം മിക്സ് ചെയ്യാം. ഇതിലേക്ക് മയനൈസ് ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് മറ്റ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഇതിപ്പോൾ നന്നായി ഇൻകോപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വർസ്റ്റർഷെയർ സോസ്, ഞാനിവിടെ ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഡിജോൺ മസ്റ്റർഡ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പാഴ്സ്ലി ലീവ്സ് ചോപ്പ് ചെയ്തതും കൂടി ചേർത്തു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്തതിന് ശേഷം നമുക്ക് ക്രാബ് മീറ്റ് ആഡ് ചെയ്യാം. ക്രാബ് മീറ്റ് ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാൻകോ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെറാൻ റാപ്പിട്ട് കവർ ചെയ്ത് നമുക്കിതൊരു 20 മിനിറ്റ്സ് റെഫ്രിജറേറ്റ് ചെയ്യണം. ക്യൂക്കമ്പർ ഡിൽ സാലഡ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഒരു ക്യൂക്കമ്പർ, 1/2 റെഡ് അണിയൻ, കുറച്ച് ഡിൽ എടുത്തിട്ടുണ്ട്, സ്പ്ലാഷ് ഓഫ് വൈറ്റ് വിനെഗർ, 1/4 കപ്പ് സവർ ക്രീം, 1 ടീസ്പൂൺ പഞ്ചസാര, ഉപ്പ്, കുരുമുളക് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഈ ക്യൂക്കമ്പർ ആൻഡ് ഉള്ളി രണ്ടും സ്ലൈസ് ചെയ്ത് ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കണം. അതിലൊരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അതൊക്കെ പോയതിന് ശേഷം വേണം നമുക്ക് സാലഡ് തയ്യാറാക്കാൻ. 2 മണിക്കൂറോളം കുറച്ച് ഉപ്പിട്ട് ഒരു കൊലാൻഡറിൽ വെച്ചിരിക്കുകയായിരുന്നു ഈ ക്യൂക്കമ്പർ ആൻഡ് അനിയനെ. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ പോയി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സോസ് ഇനി ആദ്യം മിക്സ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഈ സവർ ക്രീം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു സ്പ്ലാഷ് ഓഫ് വിനെഗർ, ഒരു തുള്ളി ഇങ്ങനെ ഒഴിച്ചാൽ മതി. ഒരു ടീസ്പൂൺ പഞ്ചസാര. ഓൾറെഡി ഉപ്പിട്ട് വെച്ച കാരണം ഞാനിതിലിനി കൂടുതൽ ഉപ്പിടുന്നില്ല, അല്പം പെപ്പർ മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ഡിൽ ഇത്രയും ചേർത്ത് നമുക്ക് ഈ സോസ് ഒന്ന് റെഡിയാക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് തിക്കായിട്ടുള്ളൊരു സോസാണത്, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ എത്ര ഇതിലത്തെ വെള്ളം കളഞ്ഞാലും വീണ്ടും ക്യൂക്കമ്പറിൽ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ അതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്രാബ് കേക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ നമ്മുടെ സാലഡ് റെഫ്രിജറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്രാബ് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത ക്രാബ് കേക്ക് മിക്സ്ചർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്.
നമ്മളിതൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ കയ്യിലെടുത്ത് ഒരു ഉരുട്ടി കട്ട്ലറ്റൊക്കെ ചെയ്യണ പോലെ ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാത്രത്തിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഈക്വൽ മെഷർമെൻ്റ് ആയിരിക്കും. ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് കമത്താം. തീ കുറച്ച് ചെറുതാക്കി വയ്ക്കാം. ഈ ഒരു അളവിൽ 3 to 4 ക്രാബ് കേക്ക്സാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുക. നെക്സ്റ്റ് വൺ ഇതുപോലെ നന്നായി പാക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇടാം. കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഈ ബട്ടർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. നമ്മളിത് കവർ ചെയ്യാതെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 1 to 1.5 മിനിറ്റ്സ് കഴിയുമ്പം നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മറ്റേ സൈഡും ഇപ്പോൾ 1.5 മിനിറ്റോളം കുക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്രാബ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രാബ് കേക്ക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഈ സാലഡിനോടൊപ്പം സെർവ് ചെയ്യാം. ഒരു ഡിൽ ലീഫ് കൂടി വെച്ച് നമുക്ക് ഈ ക്രാബ് കേക്കിനെ ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അമേരിക്കൻ കിച്ചണിലൂടെ മറ്റൊരു വ്യത്യസ്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.